ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആഴമേറിയ സത്യമെന്ന് പറയുന്നത് വചനത്തെ കേൾക്കുന്നവരായിട്ടല്ല, മറിച്ച് ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല നിമിഷത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എക്സൽ മീഡിയയുടെ ഇന്നത്തെ ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വചനചിന്തയ്ക്കായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന വേദഭാഗം മത്തായി സുവിശേഷം 7-ാം അധ്യായമാണ്. സുവിശേഷങ്ങൾ വളരെ പ്രധാനപ്പെട്ട യേശു കർത്താവിൻ്റെ വചനങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഭാഗമാണ് മത്തായി സുവിശേഷം 5, 6, 7 എന്നീ അധ്യായങ്ങൾ. അതായത് ഗിരിപ്രഭാഷണങ്ങൾ എന്നറിയപ്പെടുന്ന കർത്താവിൻ്റെ വചനങ്ങൾ. വിശ്വപ്രസിദ്ധരായിട്ടുള്ള അനേക ക്രൈസ്തവ നേതാക്കൾ, അതുപോലെ തന്നെ അക്രൈസ്തവരായിട്ടുള്ള പ്രിയപ്പെട്ടവർ വരെ എടുത്ത് പ്രസംഗിക്കുകയും പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുള്ള വേദഭാഗങ്ങൾ ആണ് ഈ അധ്യായങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഈ അധ്യായങ്ങളിൽ യേശു കർത്താവിൻ്റെ പ്രമാണങ്ങൾ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ നിയമങ്ങൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗമാണ് 5, 6, 7 അധ്യായങ്ങൾ എന്ന് പറയുന്നത്. ഈ ഭാഗത്ത് നിന്ന്, അതിൻ്റെ 7-ാം വാക്യത്തിൽ നിന്ന് ഇന്ന് ഞാൻ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. ധാർമ്മികമായിട്ടുള്ള അനേക വചന ചിന്തകൾ, പ്രത്യേകിച്ച് ഇന്ന് ലോകത്തില് എല്ലാ ഇടങ്ങളിലും ജനങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കേണ്ട വളരെ ആഴമേറിയ സത്യങ്ങൾ അടങ്ങിയിട്ടുള്ള തിരുവചനങ്ങളാണ് 5, 6, 7 അധ്യായങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഈ 7-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ മനുഷ്യൻ ചെയ്യേണ്ടതും ചെയ്യേണ്ടരുതാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ അഥവാ ഡൂസ് ആൻഡ് ഡോൺസിനെ കുറിച്ച് നമുക്ക് ഈ അധ്യായത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്, അരുത്. 6-ാമത്തെ വാക്യത്തിൽ വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത്, അരുത് എന്ന് കാണുവാൻ സാധിക്കുന്നു. ഇനി ചെയ്യേണ്ട കാര്യങ്ങളും കൂടെ കാണുവാൻ സാധിക്കുന്നു. യാചിക്കുക, യാചിപ്പിനെന്നാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ തന്നെ അടുത്ത് 13-ാമത്തെ വാക്യത്തിൽ ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പിൻ ചെയ്യേണ്ട കാര്യങ്ങൾ പറയുകയാണ്. മാത്രമല്ല 21-ാമത്തെ വാക്യത്തിൽ എന്നോട് കർത്താവ് എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ. അപ്പോൾ ചെയ്യുന്നവൻ, ചെയ്യേണ്ടവൻ, ചെയ്യേണ്ട കാര്യങ്ങൾ, ചെയ്യരുതാത്ത കാര്യങ്ങൾ, ഇവയെക്കുറിച്ചുള്ള ഒരു സംക്ഷിപ്ത രൂപമാണ് ഈ 7-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രത്യേകിച്ച് 24-ാമത്തെ വാക്യത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഈ പറഞ്ഞു വന്ന 3 അധ്യായങ്ങളുടെയും ഒരു ഉപസംഹാരം എന്നോണം കർത്താവ് പറയുകയാണ്, ആകയാൽ ഞാൻ ഈ പറഞ്ഞ എൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു എന്നാണ് പറയുന്നത്. 2-3 കാര്യങ്ങൾ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഒന്നാമതായിട്ട്, കർത്താവിൻ്റെ വചനങ്ങളെ കേൾക്കുക മാത്രമല്ല ചെയ്യുന്നവരായിട്ടിരിക്കണം എന്നുള്ള ആത്മീയ സത്യം, ആത്മീയ മൂല്യം. 24-ാമത്തെ വാക്യത്തില് ബുദ്ധിയുള്ള മനുഷ്യനെ കുറിച്ചും താഴോട്ട് വായിക്കുമ്പോൾ ബുദ്ധിയില്ലാത്ത മനുഷ്യനെ കുറിച്ചും കാണുവാൻ സാധിക്കുന്നുണ്ട്. 2 ഭവനങ്ങളെ കുറിച്ച് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 1 പാറപ്പുറത്ത് അടിസ്ഥാനമിട്ട ഭവനം, 2 മണലിന്മേൽ അടിസ്ഥാനമിട്ട ഭവനം. 1 വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ, 2 വചനങ്ങളെ കേട്ട് ചെയ്യാതെ വീട് പണിത മനുഷ്യൻ. ഇങ്ങനെ കർത്താവിൻ്റെ ഇഷ്ടത്തെക്കുറിച്ച്, കർത്താവിൻ്റെ വചനത്തെക്കുറിച്ച് യേശു കർത്താവ് ആഴമായിട്ട് പറഞ്ഞു വന്നിട്ട് പറയുന്ന ഭാഗമാണ്, നിങ്ങൾക്ക് ഈ വചനങ്ങളെ കേട്ടതുകൊണ്ട് നിലനിൽക്കുവാൻ സാധ്യമല്ല, മറിച്ച് അതിനെ ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തീയ നിലനിൽപ്പ് ഉണ്ടാവുന്നതെന്ന് വളരെ ആഴമായിട്ടുള്ള 2 ഉദാഹരണങ്ങളിലൂടെ കർത്താവ് പറയുകയാണ്. 1 പറയുകയാണ്, ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ പാറമേൽ അടിസ്ഥാനമിട്ട വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനാണ്. കാരണം വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു. എന്നാൽ അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ എന്ത് ചെയ്തില്ല? വീണില്ല. മറ്റൊരുത്തൻ, അവനെക്കുറിച്ച് ബുദ്ധിയില്ലാത്തവൻ എന്നാ പറയുന്നത്. എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണൽമേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, എടുത്തു പറഞ്ഞിട്ടില്ല എങ്കിൽ ബുദ്ധിയില്ലാത്ത മനുഷ്യൻ നമുക്ക് ചിത്രീകരിക്കാം. വൻമഴ ചൊരിഞ്ഞു,
നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു, അത് വീണു, അതിന്റെ വീഴ്ച വലുതായിരുന്നു. ക്രിസ്തീയ ജീവിതത്തിന്റെ ആഴമേറിയ സത്യമെന്ന് പറയുന്നത് വചനത്തെ കേൾക്കുന്നവരായിട്ടല്ല, മറിച്ച് ചെയ്യുന്നവരായിട്ടിരിക്കണമെന്നാണ് തിരുവചനത്തില് യേശു കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. 21-ാം വാക്യം ഒന്ന് ശ്രദ്ധിച്ചു വായിക്കുമ്പോൾ, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്വനായ എൻ്റെ പിതാവിന് ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. സ്വർഗസ്വനായ ദൈവത്തിന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവർ, ചെയ്യിക്കുന്നവരല്ല സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. അതായത് തുടർന്നുള്ള വേദഭാഗങ്ങളിൽ കർത്താവേ കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും, ആരുടെ നാമത്തില? ക്രിസ്തുവിന്റെ നാമത്തിൽ. നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവർത്തികളൊക്കെയും ചെയ്തു. ആരുടെ നാമത്തില? അതായത് ക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്തു. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞു, ക്രിസ്തുവിനെ കൊണ്ട് ചെയ്യിച്ചു. പക്ഷെ നമ്മൾ എന്താണ് ചെയ്തത് എന്നുള്ളതാണ് ചോദ്യം. കർത്താവ് പറഞ്ഞിരിക്കുന്ന ഈ 3 അധ്യായങ്ങളിൽ ആഴമായിട്ട് പറഞ്ഞിരിക്കുന്ന വചനങ്ങളെ അനുസരിക്കാത്തിടത്തോളം കാലം നമുക്ക് ക്രിസ്ത്യാനിയായിട്ട് പേരുകൊണ്ട് മാത്രം നിലനിൽക്കുവാനേ സാധ്യമാവുള്ളൂ. അല്ല, യഥാർത്ഥമായിട്ട് സ്വർഗത്തിലെ അംഗങ്ങളായിട്ട്, ജീവന്റെ അവകാശികളായിട്ട്, അല്ലെങ്കിൽ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടുള്ളവരായിട്ട് തീരണമെങ്കിൽ കർത്താവിന്റെ വചനങ്ങളെ അനുസരിക്കുകയാണ് വേണ്ടത് എന്ന് ഈ ഭാഗം നമ്മെ സസൂക്ഷ്മം മനസ്സിലാക്കി തരികയാണ്. കൊരിന്ത്യർക്കെതിരെ ലേഖനം അപ്പോസ്തലനായ പൗലോസ് 1-ാം ലേഖനം എഴുതിയത് 3-ാം അധ്യായം 11-ാം വാക്യത്തിൽ പ്രകാരം വായിക്കുന്നുണ്ട്, യേശു ക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയില്ല. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന വചനങ്ങൾ ക്രിസ്തുവിന്റെ വചനങ്ങളായതുകൊണ്ട് അത് ചെയ്യുകയാണെങ്കിൽ താങ്കൾ ക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിലാണ് വേരൂന്നി, അല്ലെങ്കിൽ ആ പാറമേലാണ് അടിസ്ഥാനം ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് താങ്കൾ എന്ത് ചെയ്യത്തില്ല? താങ്കൾ നഷ്ടമായി പോകത്തില്ല. കർത്താവിന്റെ വചനങ്ങൾ അതേപടി അനുസരിക്കുന്നവർ നിലനിൽക്കും. കർത്താവിന്റെ ഇഷ്ടം ചെയ്യുന്നവർ എന്നേക്കും നിലനിൽക്കുമെന്ന് തിരുവചനം സ്പഷ്ടമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ പ്രകാരം വായിക്കുന്നത് ശ്രദ്ധിക്കുക. എങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പിൻ. കേൾക്കുന്നത് കൊണ്ട് നാം ക്രിസ്ത്യാനികളായിട്ട് തീരുകയില്ല, ദൈവരാജ്യത്തിന് അവകാശികളായിട്ട് തീരുകയില്ല, ദൈവമക്കളായിട്ട് തീരുകയില്ല, മറിച്ച് അത് പ്രമാണിക്കുമ്പോഴാണ് ദൈവമക്കളായിട്ട് തീരുന്നത്. ആയതുകൊണ്ട് ഈ ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് രേഖപ്പെടുത്തിയിരിക്കുന്ന വചനങ്ങളിൽ ആഴമായിട്ട് വിശ്വസിക്കുക മാത്രമല്ല, അത് വായിക്കുകയും പഠിക്കുകയും കേൾക്കുകയും മാത്രമല്ല, അതിനെക്കുറിച്ച് ഒരുപക്ഷെ പ്രബന്ധങ്ങൾ തയ്യാറാക്കുക മാത്രമല്ല, മറിച്ച് അതിനെ ചെയ്യുന്നവരായിട്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവരാജ്യത്തിൻ്റെ അവകാശികളായിട്ട് നിലനിൽക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഉടമകളായിട്ട് നമുക്ക് മാറാം. ഈ വചനങ്ങളാൽ സർവശക്തനായ ദൈവം നമ്മെ ധന്യമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.